ലക്ഷദ്വീപ് ഇന്ന് വിധി എഴുതുകയാണ്. കഴിഞ്ഞ 2 തവണയും NCPയുടെ ചിഹ്നമായ ഘടികാരത്തിൽ മത്സരിച്ച് വിജയിച്ചത് നിലവിലെ MP മുഹമ്മദ് ഫൈസലാണ്. NCPയുടെ അജിത് പവാർ പക്ഷത്തെ സ്ഥാനാർത്ഥിയായി മതപണ്ഡിതൻ കൂടിയായ യൂസഫ് സഖാഫി മത്സരരംഗത്തെത്തിയതോടെ ഫൈസലിന് ഇത്തവണ ചിഹ്നം നഷ്ടമായി. ചിഹ്നമാറ്റമൊന്നും ബാധിക്കില്ലെന്നാണ് ഫൈസൽ പറയുന്നത്. ഈ 3 വർഷം ലക്ഷദ്വീപ് ജനത അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ അവർക്ക് ബുദ്ധിമുട്ടിക്കെത്തിക്കാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പാർട്ടിയെടുത്ത തീരുമാനങ്ങളും പാർട്ടിയെടുത്ത നയപരമായിട്ടുള്ള കാര്യപരിപാടികളും പ്രതിഷേധ പരിപാടികളും നിയമപരമായിട്ടുള്ള യുദ്ധങ്ങളും ലക്ഷദ്വീപ് ജനത നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നുള്ള പരിപൂർണ വിശ്വാസമാണ്. അവർക്ക് കാഹളമടയാളം മാത്രമേ അവിടെ കാണുകയുള്ളൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. BJP മത്സര രംഗത്തുനിന്ന് പിന്മാറി പകരമിറക്കിയ യൂസഫ് സഖാഫി പാട്ടുപാടിയാണ് പ്രചരണത്തിൽ ആളെ കയ്യിലെടുത്തത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. CPMൽ പ്രവർത്തിച്ച ചിലർ കോൺഗ്രസിനൊപ്പം ചേർന്നത് നേട്ടമായി എന്നും വിലയിരുത്തപ്പെടുന്നു. പ്രചരണത്തിലും കലാശക്കൊട്ടിലും ആവേശത്തിന്റെ തിരമാലയാണ് ദ്വീപിൽ ഇത്തവണ തീർത്തത്.